ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടരെ, വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോ ജോലിയെല്ലാം കഴിഞ്ഞു വന്നു. അപ്പോഴാണ് ചേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നതിന്റെ അവിടെ വഴിയില് നിറയെ പുല്ല് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി സമയത്തൊക്കെ ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാനും ഇതിനൊക്കെ ആയിട്ട് വൈഫൈ ഉള്ളത് അവിടെയാണ്. അപ്പൊ അവിടേക്കൊക്കെ പോകുമ്പോ പേടിക്കണ്ടേ, കാരണം ജന്തുക്കളൊക്കെ ഉണ്ടാവും. അപ്പൊ ഒന്നും കാണില്ല. രാത്രിയിലൊക്കെ ആകുമ്പോ നമ്മള് ടോർച്ച് എടുത്താൽ പോലും പേടിയല്ലേ. ഇതന്നാകുമ്പോ വഴി ക്ലീൻ ആയിട്ട് കിടന്നാല് സുഖല്ലേ. അപ്പൊ ഞാൻ അവിടെ നിന്ന് കുറെ വിചാരിക്കുന്നു അവിടെ നിന്ന് ചെത്തിക്കോറണം. അപ്പോ കൈക്കോട്ടൊക്കെ എടുത്ത് ആദ്യം തന്നെ ചാഞ്ഞു കിടക്കുന്ന ഓലകളൊക്കെ ഉണ്ട് കേട്ടോ. ആ തെങ്ങിന്റെ പട്ടകളൊക്കെ ഒന്ന് വെട്ടി അവിടെ നിന്ന് നമ്മൾ പോകുമ്പോ തന്നെ നമ്മൾ തടസ്സമായിട്ട് നിന്നിരുന്നു. അതൊക്കെ ഓലയുടെ പട്ടയൊക്കെ വെട്ടിക്കളഞ്ഞു. പിന്നെ അവിടെ ഇട്ട പുല്ലൊക്കെ ഒന്ന് ചെത്തിക്കോരട്ടെ. പിന്നെ അപ്പുറത്ത് അതാ ചീമക്കൊന്നയാണ് ഇട്ട്, അത് വളർന്ന് വലുതായി പന്തലിച്ച് നിൽക്കുകയാണ്. അതിന് വെട്ടി മാറ്റണം. എന്തിലാ വരുന്നതെന്ന് അറിയോ, വലിയ മരമായിട്ട് നിൽക്കുകയാണ്. അപ്പോ അതിന്റെ അവിടെ തന്നെ നിറയെ പുല്ലുണ്ട്. അതൊക്കെ ഒന്ന് ചെത്തിക്കോരട്ടെ. അപ്പോഴേക്ക് മനസ്സിലായത് ഞാന് അവിടെ ദൂരെയാണ് ഇത് വീഡിയോ വെച്ചിട്ടുള്ളത്. ഞാനിവിടെ അടിച്ചു വരാച്ചിട്ട് വന്നതാ. മുറ്റടിച്ചു വരാച്ചിട്ട് വന്നപ്പോഴാണ് ഇവിടെ ഒന്ന് ചെത്തിക്കോരിയാൽ നിറയെ പുല്ല് വന്നിട്ടല്ലോ എന്ന് തോന്നിയത്. അപ്പൊ വേഗം പോയി കൈക്കോട്ട് ഉണ്ണിക്കുട്ടി എടുത്തു തുറന്നു. അവന് സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് എന്തായാലും ഇവിടേക്ക് ഒന്ന് പുല്ല് ചെത്തട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ എന്തായാലും ഇവിടെ മഴ ഉണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ മഴ ചാറിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇന്ന് പകലൊക്കെ നല്ല വെയിലാണ്. അതുകൊണ്ട് കിളയ്ക്കാനൊക്കെ സുഖമുണ്ട് കേട്ടോ. അപ്പൊ ഈ പുല്ല് നന്നായിട്ട് വന്നിട്ടുണ്ട്. അവിടെ എല്ലാം പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ചെത്തിക്കോരി ക്ലീൻ ആക്കിയിട്ടാല് ധൈര്യമായിട്ട് നടക്കാലോ വഴി. അപ്പൊ അതൊക്കെ ഒന്ന് ചെത്തുകയാണ്. പിന്നെ ഓലമടല് വെട്ടി ഒതുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താണുള്ളതെന്ന് വെച്ചാല് അടിച്ചു വരാനുണ്ട്. പിന്നെ നമ്മൾ അടിച്ചു വരിയിട്ട് എന്നും എന്ത് ചെയ്യും, ഒരു ഭാഗത്ത് കൂട്ടിയിടും. അപ്പൊ ആ കൂട്ടിയിടുന്നത് പേടിയാണ്. കാരണം വല്ല ഇലകളെല്ലാം ചപ്പുചവറുകളെല്ലാം കൂട്ടിയിടുമ്പോ അതിന്റെ തണവില് എന്തെങ്കിലുമൊക്കെ ജന്തുക്കൾ വരും എന്നുള്ള ഒരു പേടിയുണ്ട്. പക്ഷെ പെട്ടെന്ന് നമുക്ക് ഒന്ന് അടിച്ച് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കൂട്ടിയിടും. പിന്നീട് 2 ദിവസം കൂടുമ്പോഴാണ് അതൊന്ന് പുറത്തേക്ക് ഇടുക. അങ്ങനെ 2 ഓല വെട്ടിക്കഴിഞ്ഞപ്പോ വീണ്ടും എനിക്ക് തോന്നി അവിടെ ഒരു ഓലയും കൂടെ ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വെട്ടി കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും മടാള് തുറന്ന് മടാളുകൊണ്ട് അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിട്ടാ. ഇനി നമുക്ക് ഈ ഇലകളൊക്കെ ഒന്ന്, ഈ ബോർഡർ കിട്ടിയതില്ലേ അതിന്റെ പുറത്തേക്ക് ഇടണം. ഇലകളൊക്കെ അടിച്ചു വരുമ്പോ കൂട്ടിയിട്ടിട്ടേ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പുറത്തേക്ക് ഇടാനും ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരാനും ഉണ്ട്. വന്ന പാടെ ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി നിന്നതാണ്. ഇനി മേല് കഴുകാനും വിളക്ക് വയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ളൂ. അപ്പൊ എന്നും പറയുന്നത് പോലെ ഞാൻ പറയട്ടെ, എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സബ് ചെയ്യാത്തവര്, പുതിയ മെമ്പേഴ്സ് ആണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ. എല്ലാവരോടും ഒന്നും കൂടെ പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പൊ ഒന്ന് CPTA മീറ്റിംഗ് ആയിരുന്നു, പാരന്റ്സ് മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ എല്ലാവരോടും സംസാരിച്ചൊരു ഇതായി വായിക്കെ കടഞ്ഞു പ്രിയ. നമ്മൾ എത്രയൊക്കെ കോമൺ ആയിട്ട് പറഞ്ഞാലും പിന്നീടും ഓരോ കുട്ടികളെ കുറിച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് അവർ വന്ന് സംസാരിക്കും. അപ്പൊ പിന്നെ അതും നമ്മൾ കേൾക്കുകയും വേണം, വേണ്ട കാര്യങ്ങൾ പറയുകയും വേണ്ടേ. അപ്പൊ അങ്ങനെ ക്ഷണിച്ചിട്ട വയ്യാതെയായി. ഇനി നമ്മൾ ഈ ഇലകളൊക്കെ ഒന്ന് കോരിടട്ടെ. അങ്ങനെ ഇന്നത്രയൊക്കെ ഉള്ളൂ കേട്ടാ. ആകെ ക്ഷീണിച്ചു. ഓക്കെ.